ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ അങ്ങനെ ഇട്ടില്ല. എന്നാലും ആൾക്കാരൊന്ന് പറഞ്ഞോ, ഇത്രയും വന്ന് സംസാരിക്കുമെങ്കിലും ചെയ്തല്ലോ, വായ പറഞ്ഞ് 3 മിനിറ്റിൻ്റെ വീഡിയോയേ ഉള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ അംഗീകരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു അർത്ഥം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ ഇന്നലെ ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ കാണണ്ടേ, കുറച്ചേ ഉള്ളൂ, ഇച്ചിരി ക്ലിപ്പ്. അത് ഞാൻ ഇച്ചിരി ഞാൻ ഷോർട്ടായിട്ട് ഇട്ടായിരുന്നു. അവിടുത്തെ ഫുഡ് ഒക്കെ ഒന്ന് ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഇച്ചിരി കാര്യങ്ങളും വിശേഷങ്ങളും. പിന്നെന്താ, പിന്നെ ഞാൻ അന്ന് ടിക്കറ്റിൻ്റെ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഒരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നു, ഈ ഫ്ലെക്സി ടിക്കറ്റ് എടുത്താൽ നല്ലതാണ്. അപ്പം ഞങ്ങൾ സെർച്ച് ചെയ്തൊക്കെയുള്ള ശരി, അത് ശരി. നമ്മൾ എക്സ്ട്രാ പൈസയൊക്കെ നമ്മളെടുക്കുന്ന സമയത്ത് കൊടുക്കാൻ, അന്നേരം നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലേ. പലരും ഓരോ സജഷനൊക്കെ പറയുന്നു. പിന്നെ കൊച്ചിൻ്റെ എക്സാമിൻ്റെ കാര്യം പറയണേ, എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ 2 ദിവസം കഴിഞ്ഞ് റീച്ചാന്ന് പോയി പറഞ്ഞിട്ട്, അത് കേൾക്കുന്നതെല്ലാം പറഞ്ഞാൽ ഇത്രയും ലേറ്റായിട്ട് എങ്ങും എക്സാം ഇല്ല, ഏപ്രിൽ ഒരു പകുതി ആകുമ്പോഴത്തേനൊക്കെ പിന്നെ എല്ലാ സ്കൂളും അടയ്ക്കും. അതുകൊണ്ട് നമ്മളങ്ങ് എടുത്തതാണ്. പിന്നെ എല്ലാം ശരിയാവുമെന്ന് ചിന്തിക്കുന്നു. ഇന്നിനിയും പിന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതൊരു ഇച്ചിരി സൺഡേയിൽ ഇവിടെ അപ്പനും മക്കളൂടെ അപ്പനും മക്കൾ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഇവിടെ ടൈം പാസ് ആയിരിക്കും. ഇവിടുത്തെ ബഹളങ്ങളും കുറച്ചൊക്കെ ഞാൻ എടുക്കത്തില്ലായിരുന്നു. ഇവിടെ ഇരുന്നാണ് ഇവന്മാരുടെ ഈ ബഹളം കണ്ടിട്ട് ഞാൻ ഇച്ചിരി എടുത്തതാണ്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള കുറേ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഗതി കെട്ടി ഞാൻ ഇച്ചിരി ഒന്ന് എടുക്കാമെന്നും പറഞ്ഞ് എടുത്തതാണ്. 2 അവന്മാരോടും ഇവിടെ കാണിച്ച മേടുകൾ. അപ്പം രാവിലെ ഇത് ഇന്നാൾ ഈ രാത്രിയിൽ ഞാൻ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ ബാക്കി മാവ് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടും അത് ഇത്തിരി ഇങ്ങനെ പൊങ്ങി അതിൻ്റെ അകത്ത് ഇത്തിരി ഈസ്റ്റ് ചേർത്തായിരുന്നു. അപ്പോൾ ആ മാവ് ബാക്കി ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ ഇച്ചിരി അരിയും ഇച്ചിരി തേങ്ങയും കൂടെ ഒന്ന് അരച്ച് വെച്ച്, അതിൽ ഈസ്റ്റൊന്നും ചേർത്തില്ല, അത് കുറച്ചേ ചേർത്തുള്ളൂ. അപ്പോൾ ഇതുകൂടെ ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അത് എടുത്ത് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടും അത് ഇങ്ങനെ പൊങ്ങി വന്നായിരുന്നു മാവ്. എന്നിട്ട് ഞാനത് ഇതുകൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നത് ഇച്ചിരി മസാല ഇന്നാളി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ആ മസാല ഒന്ന് ചീനച്ചട്ടയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി തേങ്ങയും കൂടെ അരച്ച് ചേർത്തു. എന്നിട്ട് മുട്ടയും കൂടെ ഇതിലിടും. എന്നിട്ട് ഒത്തിരി കൊഴുപ്പായിട്ടൊന്നുമില്ല, ഇച്ചിരി ചാറ് പോലുള്ള കറിയാണ്. അങ്ങനെ ഒരു നേരത്തേക്കിന് എങ്ങനെയും പോകാൻ വേണ്ടി ഞാൻ ഊസ്ലാറക്കറി ഉണ്ടാക്കിയതാണ് ഇന്നലെ. പക്ഷേ ഞാൻ ഉരുളൻകിഴങ്ങും കൂടെ ചേർക്കണമെന്നും പറഞ്ഞായിരുന്നു. അന്നേരം ഇത്തിരിയും കൂടെ ഒരു കൊഴുപ്പ് ഇതൊക്കെ കിട്ടിയാലായിരുന്നു. ഇതിപ്പോൾ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇച്ചിരി ചാറ് പോലെ ഉള്ളു. മുട്ട ഉള്ളതുകൊണ്ട് പിന്നെ ഇവന്മാർക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചാറിനൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി അപ്പം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ ചായ അപ്പാത്തിരിപ്പുണ്ട്. ഇനി ചായയും കൂടെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് മറ്റേ പാനൂടെ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ഒന്നിച്ചിരി അങ്ങോട്ട് മാറിപ്പോയി, അപ്പോഴത്തേക്കിനത് ചുരുണ്ട് വന്നു. അപ്പം ചുട്ടെടുത്ത് ഇപ്പം പോൾമോന് കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ അവനെടുത്ത് കറി അവൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രൈസിന് ഉണ്ടാകാനുണ്ടല്ലോ, ഞാൻ എന്തോ ഇതെന്നോ ഇച്ചിരിയും കൂടെ മധുരം ഇട്ടിട്ട്, അല്ലാതെ അവർ വട്ടയപ്പം പോലെ ഉണ്ടാക്കി അവനിഷ്ടമല്ല. ഇങ്ങനെ ഉണ്ണിയപ്പം ചട്ടിക്കകത്ത് ഇച്ചിരി നെയ്യ് ചേർത്തിട്ട് ഞാനിങ്ങനെ ആദ്യം എല്ലാം ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കി. പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അതിങ്ങനെ വെന്തിട്ട്, ഞാനിത് അടച്ചൊക്കെ വെച്ച് വെന്തിട്ടുണ്ടല്ലേ, അത് എനിക്കൊരു അബദ്ധം പറ്റി. ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി താമസിച്ചു. അപ്പോൾ അവന് പോകാനായിട്ടങ്ങ് സമയമായി. എൻ്റെ ചിന്ത വേറെ ഏതോ മൈൻഡിൽ, ഞാൻ സമയമുണ്ടല്ലോ പിന്നെ പോകാറാകുമ്പോഴത്തേന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് രാവിലത്തെ എല്ലാവരുടെയും കൊടുപ്പും എല്ലാം കഴിഞ്ഞ് ജോലികളെല്ലാം ചെയ്തുകൊണ്ട് ഇന്ന് ഇവൻ്റെ ടിഫിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇളക്കാൻ നോക്കിയിട്ട് അതങ്ങോട്ട് ഇളകുന്നില്ല. പെട്ടെന്ന് ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അപ്പച്ചട്ടിക്കകത്ത് കുഞ്ഞു അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഇത് ഞാനിങ്ങനെ തീ ഓഫാക്കി ഒരു ഇച്ചിരി നേരം അത് തണുത്തപ്പോൾ അത് തന്നെത്താൻ നന്നായിട്ട് ഇളക്കാൻ പറ്റി. അത് പിന്നെ അത് പോളിന് കൊടുക്കുമായിരുന്നു ഞാൻ. പിന്നെ മൊത്തം അവന് പോള് കഴിച്ചില്ല. പ്രൈസം വൈകിട്ട് വന്നുകൊണ്ടേ പിന്നെ അത് വൈകിട്ട് അവന് കഴിക്കാൻ കൊടുത്ത്.
അപ്പം അവൻ പറഞ്ഞാൽ നല്ലതാണ് കാരണം ഇച്ചിയും കൂടെ മധുരം ഇട്ടുണ്ടെ നല്ലൊരു രസമാണ് കഴിക്കാൻ നല്ലതായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ അപ്പച്ചട്ടിയിൽ 2 ചട്ടിയിലും പെട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞ് അപ്പം ഉണ്ടാക്കി ടിഫിൻ ബോക്സിൽ കൊടുത്തു വിട്ട്. അല്ലാതെ ഇത് തന്നെ നമ്മൾ വട്ടയപ്പം ആക്കി മുറിച്ച് കൊടുത്താൽ അവന് ഇഷ്ടമല്ല. ഇതുങ്ങളെയൊക്കെ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇനി ചപ്പാത്തിക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ കുറേ നാളായി ഈ ഉരുളൻകിഴങ്ങ് തോരൻ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഉരുളൻകിഴങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് തോരൻ്റെ അകത്ത് ഈ പച്ചമുളക് കീറിയിട്ടിട്ട് ആ പച്ചമുളക് എടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഇവരാരും അതിൻ്റെ അകത്തെങ്ങാനും മുളക് കണ്ടാലും ഇവർ മാറ്റി വെക്കുമല്ലോ. അപ്പം ഞാൻ അത് തിരഞ്ഞെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് അത് ഞാൻ എടുത്ത് തരും. കാരണം ഈ ചപ്പാത്തിയുടെ കൂടെ ഞാനും അന്നേരം ഒരു ചപ്പാത്തി എടുത്ത് കഴിച്ചിട്ട് ആ പച്ചമുളക് കൂടെ എടുത്ത് കഴിക്കും. അപ്പോൾ ഞാൻ അതൊന്ന് തേങ്ങയൊക്കെ ഇട്ട് അതൊന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ അവിടെ കിടക്കട്ടെ. പിന്നെ അടുത്ത പാത്രങ്ങൾ കഴുകിയെടുക്കണം. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യാനിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുടിക്കാൻ വെള്ളം എല്ലാം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് വാങ്ങിച്ച ആ 8 മീൻ കിട്ടിയില്ലേ, അതിൻ്റെ അകത്ത് 9 മീൻ കിട്ടിയായിരുന്നു. അതിൽ 4 എണ്ണം ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അത് ഇന്നിപ്പോൾ എടുത്ത് ഞാൻ വെളി വെച്ചിട്ടൊന്ന് കറി വെക്കാമെന്ന് വെച്ച്. എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. മീനും നല്ല ഫ്രഷായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. ഓമനാൻറ്റി പറയുക 8 എണ്ണം കിട്ടിയതും പോരാ, എന്നിട്ട് വീണ്ടും പോയി ഒരെണ്ണം വാങ്ങിച്ചെന്ന്. എന്തിനാ വെറുതെ കളയുന്നതേ, അവർ തരാമെന്ന് പറഞ്ഞത്, അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് വാങ്ങിച്ചല്ല. അവർ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഇട്ട് തരാം, ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറഞ്ഞു. അന്നേരം അവർ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരെണ്ണം ഇടാൻ മറന്നൊന്നും ആയിരിക്കത്തില്ല. പിന്നെ ഇവിടെ വന്ന് എണ്ണി നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. അന്നേരം അതിന് ഞാൻ കിടന്ന് റീച്ചാന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ചോണ്ടേ റീച്ചാൻ കേട്ടില്ല. റീച്ചായോ അപ്പം ആരെങ്കിലും പറയുകയും ചെയ്തു, ചേച്ചി എന്തും ഇങ്ങനെ അടിക്കാൻ നിൽക്കുന്ന പോലാന്നല്ലോ എന്ന്. പക്ഷേ കമൻറ്റ് ഞാനത് പറഞ്ഞോണ്ടേ റോസ്വിൽ ചിന്തിച്ച് എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന്. അങ്ങനല്ല, ഞാൻ ഈ പറയുന്ന ഉടനെ ഉണ്ടല്ലോ വിളിക്കുന്നപ്പോഴൊക്കെ അതുള്ള പണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്തും എൻ്റെ ഈ സംസാരവും എന്നെയും കണ്ട പേഷ്യൻ്റ് എന്തിക്കും ഞാൻ ഭയങ്കരയാണ്. പക്ഷേ ലേബർ റൂമിൽ ആ പേഷ്യൻ്റ് കിടക്കുമ്പോഴേ അവർക്കറിയത്തുള്ളൂ ഞാൻ പാവമായിരുന്നെന്ന്. അങ്ങനെ അങ്ങ് പാവമെന്നല്ല, നമ്മൾ പേഷ്യൻറ്റിനോട് ഇടപെടുന്ന രീതി. അപ്പം നമ്മുടെ ഇതിൽ പെട്ടെന്നുള്ള സംസാരം കേൾക്കുമ്പോൾ ആൾക്കാർ എന്തിക്കും. അതിപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ ഞാനത് എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് ആ സൗണ്ട് എനിക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്നത് വലിയ ദേഷ്യത്തിലാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ. പുളിവെള്ളത്തിലോട്ടായിട്ട് ഇടുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ ഇരുന്ന കൂട്ടാനൊക്കെ ഉച്ചയ്ക്ക് എടുക്കാനുള്ളത് ഇങ്ങനെ വെള്ളത്തിൻ്റെ മണ്ട ഇങ്ങനെ വെക്കും. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കിനത് ചൂടായി കിട്ടും. ഞാൻ അച്ചാറിന് അരിഞ്ഞ ഇഞ്ചിയും അന്ന് എടുത്ത വെളുത്തുള്ളിയും എക്സ്ട്രാ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഡബ്ബയിലിട്ട് വെച്ചത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കറി വയ്ക്കാമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പോയി പൊളിക്കണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ പൊളിച്ച് വെക്കുകയും ഇഞ്ചി ഇച്ചിരി അരിഞ്ഞ് വെക്കുക. ഒരാഴ്ചത്തേക്കിനൊക്കെ അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീൻകറിയൊക്കെ വെക്കുമ്പം എളുപ്പമായി. ആ സമയത്ത് പോയി പൊളിക്കുകയും അരിയുകയും ചെയ്യുമ്പോഴല്ലേ നമുക്ക് സമയം പോകുന്നത്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ TV ഒക്കെ കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെക്കാനുള്ളതൊക്കെ അങ്ങ് അരിഞ്ഞു വയ്ക്കണം. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ തന്നെയുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ തന്നെയുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീരും. അപ്പം ഞാനിങ്ങനെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ മീൻകറിയൊക്കെ റെഡിയായി. ഇനിയും കാണിക്കുന്ന വീഡിയോ സൺഡേയിലത്തെയാണ്. അപ്പൻ്റെ കൂടെ കിടക്കാൻ 2 മക്കളോട് അടിയാ. ഞാനിപ്പുറത്ത് ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെയും ഫോൺ എടുത്തിട്ടുണ്ട്. Video on. धक्का क्या कर रहा है? क्या कर रहे हो? धक्का क्या? एसी का रिमोट के ऊपर सो रहे हो? नहीं रे, तू टेंशन मत ले. इसका बॉडी का फोटो निकाल. അവരെന്തിയടാ?
പക്ഷെ ഇവിടെ കിടപ്പുണ്ടോ? പോളിനെ തള്ളിയിട്ട് അവൻ കയറി അവിടെ. എടാ പോളെ തള്ളാവനെ. പ്രൈസും തള്ളിയിട്ടോ പോളിനെ. बचा यार, पता नहीं क्या हो जाता अपने आप, बचा मन नहीं करता था. പ്രൈസ പപ്പയുടെ കാര്യം ഇറങ്ങാം. മൈക്ക് മേ അങ്ങനെ വേണ്ട. ദൈവത്തിന്റെ ഇന്ന് പാടിയ എത്ര പാട്ടുകൾ നിങ്ങൾക്ക് അറിയായിരുന്നടാ? ലാസ്റ്റിലത്തെ ഇതാ മഹിമ കണ്ട, അതറിയായിരുന്നോ? മേം പാടിയേ മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാ തിരുസഭയെ കണ്ടിട്ടേ അറിയത്തുള്ളൂ, കാണാതെ അറിയത്തില്ല. ഇതൊക്കെ പഴയ നീ എന്തോട് കൂടെ പ്രൈസൻ അവിടെ എന്തോടാ കൂടെ? ബായ് ബായ് ഇങ്ങടക്ക് പ്രൈസ പോൾ. ജോഷന്റെ കൂടെ കളിക്കാൻ എനിക്ക് ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. പ്രൈസൻ ആദ്യം പോള് പപ്പാടോടെ, പിന്നെ ഇവൻ ഉടുപ്പൊന്നും ഇടാതായിരുന്നു കിടന്ന് തള്ളി മറിച്ചത്. പിന്നെ അവൻ പോയി ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പോയി ഉടുപ്പിട്ട്. പിന്നെ ഇനി ഇപ്പോൾ കാണിക്കുന്നത് ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോയി. അപ്പോൾ എല്ലാം തീരാറൊക്കെ ആയി, മുക്കാലും ആയി. അതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഇനി സ്റ്റാർട്ടർ കൊടുക്കാനായിട്ട് തുടങ്ങി. ഈ ആദ്യമൊന്നും കൊടുത്തില്ല, ഒരു എൻഗേജ്മെൻറ്റിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഷേക്കും ഇതൊക്കെ കൊണ്ടുവന്നത്. ഇപ്പം ഫോട്ടോ സെഷനാണ്. പിള്ളേരും യൂത്തുകളും ഞങ്ങളുടെയൊക്കെ എടുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ലാസ്റ്റിലൊക്കെയാണ്. കുറേ പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. അകത്ത് വന്നും കഴിക്കാം, വെളിയിൽ നിന്നും കഴിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഫോട്ടോ എടുക്കുന്നു, കഴിക്കാനുള്ളവരൊക്കെ. ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി കഴിച്ചത്. ഇത് ഉള്ള യൂത്ത് പിള്ളേരും അവരെല്ലാവരും കൂടെ ലാസ്റ്റിലെടുത്തതാണ്. നല്ല രസമായിരുന്നു എല്ലാം കൂടെ. നമ്മൾ ഈ കല്യാണത്തിനും അങ്ങനെയുള്ള സമയത്താണ് എല്ലാവരുമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം പല ഇടത്തു നിന്നുള്ളവർ വരുമല്ലേ. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് നിന്ന് സമയം കുറേ പോയി, വരാനേ തോന്നത്തില്ലായിരുന്നു. പിന്നെ പ്രൈസമോന് പിറ്റേ ദിവസം രാവിലെ എക്സാം ഉണ്ട്, അതുകൊണ്ടാണ് എന്നിട്ടും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചുടനെ ഒരു 10-10:30 ആയെന്ന് തോന്നുന്നു. ഇല്ല 10:30 ആയില്ല, 10 മണി ആയെന്ന് തോന്നുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാഡിക്ക് ഞാൻ അകത്ത് കൊണ്ടങ്ങ് പോൾമോൻ്റെ അടുത്ത് പറഞ്ഞ് പോയി എടുത്തുകൊണ്ട് വാ, നേരത്തെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ റേച്ചാനും ഇവരെല്ലാവരും കൂടെ വെളിയിൽ നിന്നും കഴിച്ചു. പിന്നെ ഞാൻ എനിക്കും ഉള്ളത് എടുത്തുകൊണ്ട് വന്ന് ഡാഡിയുടെ അടുത്ത് അകത്ത് ഇരുന്നാണ് കഴിച്ചത്. പിന്നെ ലാസ്റ്റിൽ ഐസ്ക്രീം ഞാൻ പറഞ്ഞിനി ഡാഡി വെളിയിലോട്ട് വരണ്ടെന്നും പറഞ്ഞ് അകടം അങ്ങ് കൊടുത്തു. അകത്ത് കുറച്ച് പേർക്ക് ഇങ്ങനെ ഇരിക്കാൻ ടേബിൾ ഉണ്ടായിരുന്നു, ബാക്കി ഇല്ലായിരുന്നു. അതുകൊണ്ട് ടേബിളിൽ ഇരിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാമായിരുന്നു. പിന്നെ ഞാനും ഒരു ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു. ഞാനും ഐസ്ക്രീം എടുത്തുകൊണ്ട് അകത്ത് വന്നാണ് കഴിച്ചത്. അന്നേരം അവിടെ സ്റ്റേജിലത്തെ കാര്യങ്ങളും കാണാം, ഇവിടെ നിന്ന് ഐസ്ക്രീമും കഴിക്കാമല്ലേ.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് വന്നോണ്ടേ ആ മേളിലത്തെ ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല രസം. ഇച്ചിരി വീഡിയോ ഞാനെടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.